വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആവട്ടെ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇരിട്ടിയിൽ ശയനപ്രദർശനം നടത്തുന്ന കോൺഗ്രസ് പ്രവർത്തകന്റെ വിഷയമൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിനേക്കാൾ വലിയ ശയനപ്രദർശനങ്ങൾ ഡൽഹിയിൽ നടക്കുകയാണ്. കഴിഞ്ഞ 2-2.5 മണിക്കൂറായി അവിടെ ചർച്ച നടക്കുകയാണ്. ചർച്ചയിലേക്ക് വഞ്ചി തിരുനക്കരം നിൽക്കുന്നു, ഏതെങ്കിലും തരത്തിൽ കരയിലേക്ക് അടുക്കുന്നുമില്ല. നമ്മളിപ്പോൾ KPCC ആസ്ഥാനത്തേക്ക് ഒന്ന് പോകുന്നു. KPCC ആസ്ഥാനത്ത് നമ്മൾ നേരത്തെ വോട്ടെണ്ണൽ കണ്ട അതേ ആകാംക്ഷയിൽ നേതാക്കൾ പ്രവർത്തകരൊക്കെ വലിയ സ്ക്രീനിൽ ഇത് വെച്ചുകൊണ്ട് നമ്മുടെ ചർച്ചകളൊക്കെ വെച്ച് എന്താണ് നടക്കുന്നത്, മുഖ്യമന്ത്രി ആര് എന്നാൽ നേരത്തെ മാർപ്പാപ്പ തെരഞ്ഞെടുപ്പ് ഉയരുന്ന വെള്ളപ്പോ കണ്ടോ എന്ന ആകാംക്ഷാപൂർവ്വം അവിടെ വത്തിക്കാനിൽ വിശ്വാസികൾ കാത്തിരിക്കുന്നത് പോലെ അവിടെ KPCC ആസ്ഥാനത്ത് അതിനേക്കാൾ എനിക്ക് തോന്നുന്നു ആഷ്മി ഒരു മത്സരം കാണുന്ന ആകാംക്ഷയോടുകൂടി, ഒരു ക്രിക്കറ്റ് മാച്ചോ ഫുട്ബോൾ മത്സരമോ കാണുന്ന ഒരു ആകാംക്ഷയോടുകൂടിയാണ് കേരളത്തിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് കോൺഗ്രസ് നേതാക്കളും നഗരത്തിലെ പ്രവർത്തകരുമൊക്കെ വന്നിരിക്കുന്നത്. ടെലിവിഷനിൽ കാണുകയാണ് എന്താണ് ഡൽഹിയിൽ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം അറിയുന്നതിന് വേണ്ടിയാണ് നേതാക്കളൊക്കെ അവിടെ ടെലിവിഷന് മുന്നിൽ ഇരിക്കുന്നത്. വാർത്താ ചാനലിന് മുന്നിൽ KPCC ആസ്ഥാനമായി ഇന്ദിരാഭവനിൽ ഇപ്പോൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ഇന്ദിരാഭവനിൽ നിന്ന് ചേരുന്നു. ഷഫീദ് റാവുത്തർ, ശയനപ്രദർശനമാണ് ഇതാ ഇരിട്ടിയിൽ നടന്ന ശയന പ്രദർശനത്തിന്റെ ദൃശ്യങ്ങളാണ്. മഴ അവിടെ പെയ്താലും തോന്നുന്നു. മഴയത്താണ് ആ ശയന പ്രദർശനം. വി.ഡി. സതീശന് മുഖ്യമന്ത്രി ആവണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു വയോധികനായ ആളുടെ ശയന പ്രദർശനം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, പ്രകടനങ്ങൾ നടക്കുകയാണ്. ഇനി ശയന പ്രദർശനം നടത്തിയ ആൾക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാവുമോ KPCC കാര്യത്തിൽ എന്നറിയില്ല. കാരണം ഈ ജനാധിപത്യത്തിന്റെ സൗന്ദര്യകാലത്ത് വല്ലാത്ത സൗന്ദര്യം എന്നാണ് പറയുന്നത്. അതാണ് നേരത്തെ കുറച്ച് പ്രേക്ഷകൻ ചോദിച്ചത്, ഈ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ലേശം ഒന്ന് കുറയ്ക്കാൻ എന്തെങ്കിലും നിവൃത്തിയുണ്ടോ എന്ന് പ്രേക്ഷകൻ നേരത്തെ ചോദിച്ചായിരുന്നു. നമുക്ക് തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ നിന്ന് ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ് റാവുത്തർ, അവിടെ KPCC ആസ്ഥാനത്ത് ഈ നമ്മൾ വോട്ടെണ്ണൽ കാണുന്ന ആകാംക്ഷയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ആകാംക്ഷയിൽ വെള്ളപ്പോ കാണുന്നോ നോക്കിക്കൊണ്ടുള്ള കാത്തിരിപ്പിലാണോ നേതാക്കൾ, പ്രവർത്തകർ? ഹാഷ്മി, ഉറപ്പായിട്ടും. കാരണം വലിയ ആകാംക്ഷയുണ്ട്, ആരാകും അടുത്ത മുഖ്യമന്ത്രി. 10 വർഷത്തിന് ശേഷമുള്ള സന്ദേശമാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പ്രധാനപ്പെട്ടവരുടെ നേതാക്കളടക്കമുള്ള ആളുകൾ ഇവിടെ നിന്ന് ടെലിവിഷൻ കാണുകയാണ്. തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ തീരുമാനമറിയാം, KCO വീഡിയോ എന്നുള്ള തീരുമാനമറിയാം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷ. മാത്രവുമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10 വർഷത്തെ അവരുടെ കാത്തിരിപ്പാണ്. ഇന്ദിരാഭവനിൽ സന്തോഷച്ചിരി, പക്ഷേ അത് ആരുടെ പേരിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളിൽ. എന്താ പ്രതീക്ഷ കുറച്ച് കഴിയുമ്പോൾ അനൗൺസ് ചെയ്യും. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഒരാളെ നിർദ്ദേശിക്കും. അത് കാത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ശ്രീ KC വേണുഗോപാൽ വരും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും, കേരളത്തിലെ ജനങ്ങളെല്ലാവരും. KC സ്വീകരിക്കാൻ, അത് ആഘോഷിക്കാൻ റെഡിയാണ്. ആഘോഷിക്കണം. കേരളത്തിലെ ജനങ്ങൾ അത് ആഘോഷിക്കാൻ നിൽക്കുകയാണല്ലോ. ആ പ്രഖ്യാപനം വന്നാൽ മതി, ആഘോഷം നടക്കും. കാര്യങ്ങളൊക്കെ പോസിറ്റീവ് ആണല്ലോ. ജനങ്ങൾ ചിന്തിച്ച ഒരു ഭരണമാറ്റം വേണമെന്ന് അനുയോജ്യനായ ഒരാളെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നിയോഗിക്കും. അതിനുശേഷം ചില ആശയക്കുഴപ്പങ്ങളുണ്ടായി. ആരാണ് മുഖ്യമന്ത്രി? കേരളത്തിലെ ജനങ്ങൾക്ക് ആശയക്കുഴപ്പമില്ല, കോൺഗ്രസിൽ ആശയക്കുഴപ്പമില്ല. ആഘോഷങ്ങളൊക്കെ റെഡിയായോ? ഞങ്ങൾ ഹൈക്കമാൻഡിന്റെ തീരുമാനം അല്ലെങ്കിൽ അവരുടെ അനൗൺസ്മെന്റ് കാത്തിരിക്കുകയാണ്. അനൗൺസ്മെന്റ് വന്നു കഴിയുമ്പോൾ മാത്രമേ ഞങ്ങൾ ആഘോഷിക്കുകയുള്ളൂ. കാരണം ഒരു അച്ചടക്കമുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകനും ഹൈക്കമാൻഡിനെ ധിക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന തീരുമാനം പുറത്തു വരുന്നതോടുകൂടി ആഘോഷങ്ങൾക്ക് തുടക്കമാകും. KC പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും നമ്മുടെ രാജ്യത്ത് ഉണ്ടായ കഴിഞ്ഞ 12 വർഷക്കാലമായി ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജനവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ ഒട്ടേറെ നടപടികൾക്കൊപ്പം അതുപോലെ തന്നെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ മതേതരത്തിന് വേണ്ടി രാജ്യമെമ്പാടും പോരാടുന്ന രാഹുൽ ഗാന്ധിയോടൊപ്പം നിന്നുകൊണ്ട് ഒട്ടേറെ പോരാട്ടങ്ങൾ നയിക്കുകയും കേരളത്തിൻ്റെ 80-90 കാലഘട്ടങ്ങളിൽ കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് പുതിയൊരു അധ്യായം രചിച്ച. ശരി, ഒറ്റ കാര്യം, പുറത്ത് കുറച്ച് പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ടോ മറ്റ് ജില്ലകളടക്കം? അത് ഞാൻ അനൗൺസ് ചെയ്യുന്നതോടുകൂടി ഇതെല്ലാം അവസാനിക്കും. ഈ തീരുമാനം AICC പ്രഖ്യാപിച്ചാൽ പ്രതിഷേധങ്ങളൊക്കെ അവസാനിക്കും? തീർച്ചയായിട്ടും എല്ലാവരും പാർട്ടി പറയുന്ന അവസാനം അനുസരിക്കും. അത് തന്നെയാണ്. അതായത് ഇപ്പോൾ ഇന്ദിരാഭവനിലിരിക്കുന്ന ആളുകൾ സംസാരിച്ച് രണ്ടുപേരും സപ്പോർട്ട് ചെയ്തത്, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് KC വേണുഗോപാലിന്റെ വരവാണ്. KC വേണുഗോപാൽ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയായിട്ടുള്ള വരവാണ്. പക്ഷേ പുറത്ത് പ്രതിഷേധമുണ്ട്. പക്ഷേ AICC പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത്തരം പ്രതിഷേധങ്ങളുടെയൊക്കെ ഈ സ്വരങ്ങൾ അവസാനിക്കും. അതിനുശേഷം അവർ ആഗ്രഹിച്ചതുപോലെ സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയും എന്നുള്ളതാണ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും പ്രതീക്ഷ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.